വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന നീക്കത്തിൽ അദാനിയുടേത് കരാർ ലംഘനം. ഓഹരി വിൽക്കാൻ സെബിക്ക് നൽകിയ കത്ത് കരാറിന് വിരുദ്ധം. MSCയുമായി ജൂൺ 29 കരാറുണ്ടാക്കി സർക്കാരിനെ അറിയിച്ചത് ജൂലൈ 1 മാത്രം. കേരള സർക്കാർ അനുവദിച്ചാൽ മാത്രമേ കരാർ പ്രകാരം ഓഹരി വിൽപ്പന സാധ്യമാകൂ. ഓഹരി കൈമാറ്റത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സർക്കാർ നിയമ നടപടി സ്വീകരിച്ചേക്കും. വിഴിഞ്ഞത്ത് MSCക്ക് വൻ സ്വകാര്യ നിക്ഷേപത്തിന് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അവസരമൊരുക്കി പ്രാഥമിക നടപടികളിലേക്ക് കടന്നത് 2015 ഓഗസ്റ്റ് 17 അദാനി പോർട്ടും കേരള സർക്കാരും തമ്മിൽ ഉറപ്പുവെച്ച കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. കരാറിൽ കൃത്യമായി പറയുന്നത് 25% മുകളിൽ ഓഹരികൾ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കണം, സർക്കാരിൻ്റെ അനുമതി വാങ്ങണമെന്നാണ്. ആ കാര്യങ്ങൾ വ്യവസ്ഥകളിൽ അങ്ങനെ നിലനിൽക്കെ ആ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനം ഉണ്ടായിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ നീക്കങ്ങളിലൂടെയെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനുള്ള MSCയുടെ പദ്ധതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ എന്തുകൊണ്ട് സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചില്ല, സെബിയെ അറിയിക്കുന്നതിന് മുമ്പ് എന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. അദാനി പോർട്ടിന് ഇതുമായി ബന്ധപ്പെട്ട് അതൃപ്തി വ്യക്തമാക്കുന്ന കത്ത് മുഖ്യമന്ത്രി ഓഫീസ് കഴിഞ്ഞ ദിവസം കൈമാറിയിട്ടുണ്ട്. ജൂൺ 29 സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയ ശേഷം ജൂലൈ 1 അതായത് 2 ദിവസം മുമ്പ് മാത്രമാണ് സർക്കാരിന് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിവരങ്ങൾ അദാനി പോർട്ട് കൈമാറിയത്. അത് തെറ്റായ നടപടിയാണ്, അത് അംഗീകരിക്കാനാവില്ല, അത് രാഷ്ട്രീയമായ സുതാര്യതയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് രാജ്യസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കാത്തതാണ് കരാറെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അതിന് അനുമതി നൽകാൻ കഴിയൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതുമായി ബന്ധപ്പെട്ട പ്രാദേശികമായി ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതായത് തീരശോഷണം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതടക്കമുണ്ടാക്കാനിടയുള്ള ആശങ്കകൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മാത്രമേ ഈ പദ്ധതിക്ക് അനുമതി നൽകാൻ കഴിയൂവെന്നാണ് സർക്കാർ നിലപാട്. അതിനിടെയാണ് രാഷ്ട്രീയമായും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ തന്നെ ഒരു വിഭാഗവും വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദാനി പോർട്ടിന് കത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനേത് തരത്തിലുള്ള വിശദീകരണമാകും അദാനി പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാകും ഈ കരാറുമായുള്ള തുടർ നീക്കങ്ങളിൽ നിർണായകമായി മാറുക. വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ സഭയിൽ വ്യക്തമാക്കിയതാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി കച്ചവടം പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കരാറിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് CM ഉറപ്പു നൽകിയതാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തിനും ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുന്നത്. ഇല്ല, മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിലാണല്ലോ ഉറപ്പ് നൽകിയത്. അതാണ് അവസാനത്തെ വാക്ക്. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അഭിപ്രായം പറയാമെന്ന് വ്യവസായ മന്ത്രി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമായ മറുപടി പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സർക്കാരിനെ ബന്ധപ്പെട്ട ശേഷമുള്ള കാര്യങ്ങൾ ഗുണമോ ദോഷമോ എന്ന് പരിശോധിക്കും. പഴയ മുഖ്യമന്ത്രിക്ക് തങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ക്ലിയർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണമാണോ ദോഷമാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്, അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.